സംഗീതത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചയാളാണ് മുസ്തഫ മാത്തോട്ടം. പക്ഷേ എന്തിനു പറയാൻ, അറിയപ്പെടാതെ പോയ ഭാവഗായകനായി പ്രവാസ ജീവിതം നയിക്കാനാണ് അദ്ദേഹത്തിൻ്റെ വിധി. ബാബുക്കയുടെ വരികളിലൂടെ സ്വയം മറന്നു പാടുകയാണ് ഈ കോഴിക്കോട്ടുകാരൻ. സംഗീതമാണ് മുസ്തഫക്ക് ജീവിതം. ബാബുക്കയുടെ തേൻതുളുമ്പുന്ന വരികളിലൂടെ സ്വയം മറന്നൊഴുകുന്ന ഭാവഗായകൻ. ഹിന്ദുസ്ഥാനി സംഗീതവും ഹാർമോണിയവും പഠിച്ചെങ്കിലും തന്റെ ചെറിയ ലോകത്ത് സംഗീതത്തിന്റെ വലിയ പരിസരം മുസ്തഫ സൃഷ്ടിച്ചു. പ്രവാസത്തിന്റെ ഊഷരഭൂമിയിലും സംഗീതം തന്നെയാണ് മുസ്തഫക്ക് കൂട്ടായുള്ളത്. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആ സമയം തൊട്ടേ പാട്ട് പാടാൻ നമ്മളിടയ്ക്ക് ഈ ക്ലബ്ബുകൾ ധാരാളം വീട്ടിൻ്റെ അടുത്ത് 2-3 ക്ലബ്ബുകളുണ്ട്. അവിടെയൊക്കെ ആ പ്രായത്തിൽ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് പഠിപ്പ് കഴിഞ്ഞാൽ നമ്മൾ ക്ലബ്ബിലേക്ക് പോകും. അന്നേ ക്ലബ്ബിൽ പോയിട്ട് പാട്ട് പാടി ശീലിച്ച് അങ്ങനെ കുറച്ച് അന്നൊന്നും പാട്ട് ബാവുക്കൻ്റെ പാട്ടുകളൊന്നും അത്ര അന്നൊന്നും ആ ബാവുക്കാൻ്റെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ബാവുക്കൻ്റെ പാട്ടുകളൊന്നും അങ്ങനെ പാടിയിട്ട് വന്നിട്ടില്ല. മുകേഷിൻ്റെ പാട്ടാണ് പാടാറ്. ചെറുപ്പത്തിൽ മുകേഷിൻ്റെ പാട്ട്, ഹിന്ദി പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 7 മണി വൈകിട്ടൊരു 7 മണി ക്ലബ്ബിൽ കയറിയാൽ 11-11:30 മണിക്ക് വീട്ടിൽ തിരിച്ചു വരിക. വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഉപ്പാക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഭക്ഷണം ജോലിക്ക് പോവാതെ ഒരു പാട്ട് പാടി നടക്കുക എന്നുള്ളൊരു അവസ്ഥയൊക്കെ വന്നപ്പോൾ വാപ്പക്കും ഭയങ്കര വിഷമമാണ്. ഇണക്കുയിലേ ഇണക്കുയിലേ ഇനി എവിടെ കൂടു കൂട്ടും ഇണക്കുയിലേ 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 ഇനി എവിടെ കൂടു കൂട്ടും ഇണക്കുയിലേ ഇണക്കുയിലേ. പിന്നെ ഈ ഫീൽഡിൽ കുറച്ച് മ്യൂസിക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നാസർ എന്ന് പറയുന്നത്. അത് മ്യൂസിക് കുറച്ച് പഠിച്ചിട്ടുള്ള പാട്ട്. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ കുറച്ച് മ്യൂസിക് പഠിച്ചത്. പിന്നെ ഒരു ബാലകൃഷ്ണ മാസ്റ്റർ, രാഗ് റസാക്ക്, ഇവരൊക്കെ നമ്മൾ ഗുരു എന്ന് പറയാം. ചോദിച്ച് മനസ്സിലാക്കുന്ന മാസ്റ്റർമാരാണ് അവർ. ജന്മങ്ങൾ കൊഴിയും തേയിലക്കാടിൻ താഴ്വരയിൽ. പിന്നെ നാട്ടിലും ഞാൻ മുകേഷിൻ്റെ പാട്ടാണ് പാടാറ്. ഇവിടെ വന്നതിന് ശേഷമാണ് ബാവുക്കൻ്റെ പാട്ടുകൾ പാടിയപ്പോൾ എല്ലാവരും പറഞ്ഞു ബാവുക്കൻ്റെ പാട്ടുകൾ തന്നെ പാടും. ബാവുക്കൻ്റെ പാട്ടുകൾ പാടുമ്പോൾ ഒരു സുഖമുണ്ട്. ബാവുക്കൻ്റെ പാട്ടും അങ്ങനെ. ഇപ്പം ദുബായ് ബാവുക്കൻ്റെ പാട്ടുകളാണ് എല്ലാവരും എന്നെ കൂടെ പാടിക്കാറ്. ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. 5-8 വർഷം ഞാൻ പഠിച്ചു. വോക്കലല്ല, ഹാർമോണിയാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ഹിന്ദുസ്ഥാനി ഹാർമോണിയം. അതിൻ്റെ കൂടെ കുറച്ച് വോക്കലും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പം വോക്കലും കൂടെ ചെയ്യുന്നു. അങ്കിളാണ് കെ.ടി. മുഹമ്മദ് നാടകം. പിന്നെ PM താജ് എളാമൻ്റെ മകനാണ്. അങ്ങനെ ആയിരിക്കാം മ്യൂസിക് എനിക്ക് കിട്ടിയിട്ടുണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. താമസിക്കാനൻ കരളിൽ തങ്ക
52-ാം വയസ്സിലും സ്വരമിടറാതെ തുടരുന്ന ഈ സംഗീതയാത്രയിൽ സ്വന്തം ട്യൂൺ ചെയ്ത് പെയ്തൊഴിയാതെ എന്ന പേരിൽ ഒരു സംഗീത ആൽബവും മുസ്തഫ പുറത്തിറക്കി. ഇപ്പോഴാണ് ഒന്ന് അറിയപ്പെട്ട് വരുന്നത്. ദുബായിൽ കുറച്ച് ആളുകൾ അറിയപ്പെടുന്നത് ഇപ്പോഴാണ്. അതെൻ്റെ മെയിൻ കാരണക്കാർ ഒന്ന് ബഷീർക്കാണ്, സംസുക്ക, ബഷീർക്ക, അവരൊക്കെയാണ് എൻ്റെ ആളുകൾ. എൻ്റെ പാട്ട് അവർ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇവിടുന്നാണ്. അപ്പോൾ എന്നോട് അങ്ങനെ പ്രോഗ്രാം എനിക്ക് വീണ്ടും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല പ്രോഗ്രാംസിനും ഒരു മ്യൂസിക്, ഒരു ആൽബം ചെയ്തു. അതിൽ ഗായത്രിനെ കൊണ്ട് പാടിക്കാൻ പറ്റി. നിഷാദ്, നജീബ് അർഷാദ്, ജിതേഷ്, അവരൊക്കെ എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാനും പാടിയിട്ടുണ്ട്. പെഴുതൊഴിയാതെ എന്നാണ് എൻ്റെ CD-യുടെ ആൽബത്തിൻ്റെ. അത് എഴുതിയിട്ടുള്ളത് ആശ സബീന, അബുദാബി. എല്ലാ പാട്ടുകളും ഞാൻ തന്നെ ചെയ്തത്. എല്ലാം വരികൾക്കാണ് ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ട്യൂൺ ഇട്ടിട്ട് വരികൾ എഴുതിയതല്ല. അപ്പം അങ്ങനെയാണ് നടക്കുന്നത്. ഇല്ലേ, എല്ലാ വരികൾക്ക് ട്യൂൺ കൊടുത്തിട്ടുണ്ട്. പെയ്തൊഴിയാത്ത മഴമേഘമേ നിൻ മനമാകെ വിഷാദങ്ങളോ, പെയ്തൊഴിയാത്ത മഴമേഘമേ നിൻ മനമോ. ഗൾഫിൽ എനിക്ക് അങ്ങനെ അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. ഒരു 5-8 വർഷം ഈ മ്യൂസിക് ഫീൽഡിൽ തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അറിയപ്പെട്ട് വരുന്നത് ഇപ്പോഴാണ്. 17 വർഷക്കാലം പ്രവാസിയായ മുസ്തഫ റാസൽ ഖൈമയിലും ദുബൈയിലും സംഗീതം പഠിപ്പിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തന്റെ കഴിവ് തിരിച്ചറിഞ്ഞ നല്ല സുഹൃത്തുക്കളുടെ കൃപയിൽ ഇപ്പോൾ ചില വേദികൾ മുസ്തഫയെ തേടിയെത്തുന്നുണ്ട്. കടലേ